सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭഗവത്ഗീത ഓവർവ്യൂ 9ാമത്തെ ദിവസമാണിന്ന്. നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ അധ്യായം ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 8ാമത്തെ അധ്യായം പരമപദപ്രാപ്തി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് 9ാമത്തെ അധ്യായം ഏറ്റവും രഹസ്യമായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന 9ാമത്തെ അധ്യായം നോക്കാം. 9ാമത്തെ അധ്യായത്തിന്റെ പേര് രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ് ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ളത്. രാജവിദ്യ, ഏറ്റവും ഉന്നതമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. രാജഗുഹ്യം, അത് വളരെ രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ആർക്കെല്ലാമാണ് ഇത് മനസ്സിലാകുന്നത്, ആർക്കെല്ലാമാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നെല്ലാം ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൽ 34 ശ്ലോകങ്ങളാണുള്ളത്. പഠിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ അധ്യായത്തിന് 8 സെക്ഷൻസ് ആക്കി തിരിക്കാൻ സാധിക്കും. 8 ഭാഗമായിട്ട് വിളിക്കാം. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളാണ്. 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം ആർക്കാണ് മനസ്സിലാകുന്നത്, ആർക്കാണ് മനസ്സിലാകാത്തത് എന്ന് ഭഗവാൻ പറഞ്ഞു തരും. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം ഈ അധ്യായത്തിൽ ഭഗവാനെ കുറിച്ചുള്ള അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം ആർക്കാണ് മനസ്സിലാകുന്നത്, ആർക്കാണ് മനസ്സിലാകാത്തത് എന്ന് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ. 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യോഗശക്തിയെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യോഗശക്തിയെ കുറിച്ചാണ് 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് 3ാമത്തെ ഭാഗം 11 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ. 11, 12 ശ്ലോകങ്ങളാണ് 3ാമത്തെ ഭാഗം. ആ 11ഉം 12ഉം ശ്ലോകങ്ങളിൽ ഭൗതിക ലോകത്തിൽ ആരാണ് മൂഢൻ എന്ന് ഭഗവാൻ പറയും. ഭൗതിക ലോകത്തിൽ ആരാണ് മൂഢൻ എന്ന് ഭഗവാൻ പറയുന്നു 3ാമത്തെ ഭാഗത്ത് 11ഉം 12ഉം ശ്ലോകങ്ങളിൽ. 4ാമത്തെ ഭാഗം 13, 14 ശ്ലോകങ്ങളാണ്. 13, 14 ശ്ലോകങ്ങളാണ് 4ാമത്തെ ഭാഗം. അവിടെ ഭഗവാൻ പറയുന്നത് ആരാണ് മഹാത്മാക്കൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആരാണ് മഹാത്മാക്കൾ എന്ന് ഭഗവാൻ 13, 14 ശ്ലോകങ്ങളിൽ പറയുന്നു. അവരുടെ പ്രവൃത്തി എന്താണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ആരാണ് മഹാത്മാക്കൾ, അവരുടെ പ്രവൃത്തി എന്താണ് എന്ന് ഭഗവാൻ 13, 14 ശ്ലോകങ്ങളിൽ പറയുന്നു. 4ാമത്തെ ഭാഗം. 5ാമത്തെ ഭാഗം 15ാമത്തെ ശ്ലോകമാണ്. 5ാമത്തെ ഭാഗം 15ാമത്തെ ശ്ലോകമാണ്. 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്
ജ്ഞാനികൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നാണ്. ജ്ഞാനികൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരും. ഇനി ആറാമത്തെ ഭാഗം 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളാണ്. 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്ത വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ വ്യത്യസ്ത വിഭൂതികളെ കുറിച്ചാണ് ആറാമത്തെ ഭാഗം 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ. ഏഴാമത്തെ ഭാഗം 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ്. 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ ഏഴാമത്തെ ഭാഗം. അവിടെ പറയുന്നത് ദേവ ആരാധകന്മാരുടെയും ഭഗവത് ഭക്തന്മാരുടെയും ഗതി എന്താണ് എന്നാണ്. ദേവ ആരാധകന്മാരുടെയും ഭഗവത് ഭക്തന്മാരുടെയും ഗതി എന്താണ്, അവരെവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. ദേവാരാധകന്മാരുടെയും ഭഗവത് ഭക്തന്മാരുടെയും ഗതി എന്താണെന്ന് 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഏഴാമത്തെ ഭാഗം. ഇനി അവസാനത്തെ ഭാഗം എട്ടാമത്തെ ഭാഗം 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ്. 34 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ. ഇങ്ങനെ 8 ഭാഗമായിട്ട് നമ്മൾക്ക് ഈ അദ്ദേഹത്തിനെ തിരിക്കാൻ സാധിക്കും. ഏതൊക്കെ ഭാഗമാണെന്ന് ക്ലിയർ ആണോ? നമ്മൾക്ക് ശ്ലോകങ്ങൾ നോക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്തി കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. 8-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുരുഷ പരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്തനന്യ. ഭക്തി കൊണ്ട് മാത്രമേ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭക്തിയോഗത്തിനെ കുറിച്ചാണ് ഇവിടെ 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. നേരിട്ടുള്ള ഭക്തിയോഗമായതുകൊണ്ടാണ് ഈ അധ്യായം വളരെ രഹസ്യമാണ് എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ അധ്യായം മനസ്സിലാവൂ. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ പേര് രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ്. രാജവിദ്യ രാജഗുഹ്യയോഗം. രാജവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന അറിവ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം. ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം ആരെക്കുറിച്ചുള്ള ജ്ഞാനമാണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന് രാജവിദ്യ എന്ന് പറയുന്നു. രാജഗുഹ്യം എന്നും പറയും. ഗുഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം എന്നാണ് അർത്ഥം. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായതുകൊണ്ടാണ് ഇതിനെ രാജഗുഹ്യം എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും മനസ്സിലാകുന്നതല്ല. ആർക്കാണ് ഇത് മനസ്സിലാകുന്നത്, മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന് ആദ്യത്തെ ഭാഗത്ത് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള യോഗ്യത എന്താണ് എന്നൊക്കെ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ വാച ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാ. ഇതം തുതേ ഗുഹ്യതമം. ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത് എന്താണ്? ഗുഹ്യതമം, ഏറ്റവും ഉന്നതമായിട്ടുള്ള രഹസ്യമാണ് ഇനി മുതൽ ഭഗവാൻ പറയാൻ പോകുന്നത്. 9-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ നേരിട്ടുള്ള ഭക്തിയോഗമായതുകൊണ്ട് അത് ഏറ്റവും രഹസ്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ഗുഹ്യതമം എന്ന് പറഞ്ഞിരിക്കും. ഇതേ ഗുഹ്യതമം. ഗുഹ്യതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രഹസ്യം. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം.
രഹസ്യം, കൂടുതൽ രഹസ്യം, ഏറ്റവും രഹസ്യം. ഏറ്റവും രഹസ്യം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. യഥം പ്രവക്ഷ്യാമി അനസൂയവേ, അത് ഭഗവാൻ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ഭഗവാൻ ഏറ്റവും രഹസ്യം അർജുനന് പറഞ്ഞു കൊടുക്കാമെന്ന് പറയും. എന്തുകൊണ്ടാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അർജുനനുള്ള യോഗ്യത, പ്രത്യേക യോഗ്യത? ഭഗവാനെ കുറിച്ചുള്ള ഏറ്റവും രഹസ്യം മനസ്സിലാക്കാനുള്ള യോഗ്യത എന്താണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. എന്താണ് യോഗ്യത? പ്രവക്ഷ്യാമി അനസൂയവേ. അർജുനന് ഭഗവാനോട് അതൊരു അസൂയയുമില്ല. ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. എല്ലാവരെയും നിയന്ത്രിക്കുന്ന വ്യക്തി ഭഗവാനാണ്. ഇത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് അർജുനൻ. അർജുനന് അതിൽ യാതൊരു വിഷമവും. അപ്പം അർജുനന് ഭഗവാനോട് യാതൊരു അസൂയമില്ലാത്തത് കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള എല്ലാവിധ രഹസ്യങ്ങളും ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, അസൂയുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കേൾക്കുകയില്ല. അസൂയുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ സംസാരം വെറുതെയാണ്. പക്ഷെ ഇവിടെ അർജുനന് പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല ഭഗവാനോട് യാതൊരുവിധ അസൂയയും അർജുനൻ. അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ഏറ്റവും രഹസ്യം ഭഗവാൻ പറഞ്ഞു കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. പ്രവക്ഷ്യാമി അനസൂയവേ. ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. ജ്ഞാനം വിജ്ഞാനസഹിതം, ഇത് തിയറി മാത്രമല്ല, വിജ്ഞാനസഹിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിജ്ഞാനസഹിതം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാ അശുഭങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ രഹസ്യത്തിന്റെ പ്രാധാന്യം ഭഗവാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാപഗമം ധർമ്മ്യം ശുഷ്കം കർത്തും അവ്യയം. ഇത് രാജവിദ്യയാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണ്. രാജഗുഹ്യമാണ്, ഏറ്റവും രഹസ്യമാണ്. പവിത്രം ഇതമുത്തമം, നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അവരെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെ പവിത്രം എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കുന്നത് എന്നാണ് പവിത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം. പവിത്രം. ഇതം ഉത്തമം. ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലുള്ള ജ്ഞാനമല്ല, ഇത് ആത്മീയ ലോകത്തിന്റെ ജ്ഞാനമാണ്. സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകം, ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ലോകം. ആത്മീയ ലോകത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചുമുള്ള ജ്ഞാനമായതുകൊണ്ടാണ് ഇതിനെ ഉത്തമം എന്ന് പറഞ്ഞെടുക്കുന്നത്. പ്രത്യക്ഷാപഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യം. പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെടും. ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടും. ഇത് ഏറ്റവും രഹസ്യമായതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതെന്തോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ കഷ്ടപ്പാട് അനുഭവിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ വിചാരിക്കും, ഏറ്റവും രഹസ്യമായതുകൊണ്ട്. പക്ഷെ അങ്ങനെയില്ല. ഭഗവാൻ പറയുന്നു ഇത് വളരെ എളുപ്പമാണ്, ചെയ്യാൻ വളരെ എളുപ്പമാണ്. സുസുഖം കർത്തുമവ്യം. ഈ ഭക്തി, ഭഗവാന്റെ ഭക്തി ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കർത്തുമവ്യം, അതിന്റെ റിസൾട്ടോ അതിന്റെ ഫലം ഒരിക്കലും നശിക്കാത്തതുമാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ ഭക്തിയോഗത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികൾ ആരാണ്? മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർ. അശ്രദ്ധാന, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ്. സംസ്കൃതത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വിശ്വാസം എന്നാണ്. അശ്രദ്ധാന പുരുഷ, ഭഗവാനിലും ഭഗവാന്റെ ഭക്തനായിട്ടുള്ള വിശ്വാസമില്ലാത്തവർക്ക് ഈ ഭക്തിയോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾക്ക് കുറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അതേപോലെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഉപ്പിലും വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭക്തിയോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാത്തവരുടെ ഗതി എന്താണ് എന്നാണ് പറയുന്നത്. അപ്രാപ്യമാം നിവർത്തന്തി, അവർക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. നിവർത്തന്റെ പ്രത്യസംസാര വർത്തനി, അവര് എല്ലാ കാലവും ഈ ഭൗതിക ലോകത്തിൽ തന്നെ തുടരേണ്ടി വരും.
വീണ്ടും വീണ്ടും പുതിയ പുതിയ ശരീരങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും അവര് ഈ ലോകത്ത് തന്നെ ജനിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒരു വ്യക്തി എവിടെ തന്നെ ജീവിക്കണം? ഈ ഭൗതിക ലോകത്ത് തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാരവർദ്ധന. അപ്പൊ ഇത്രയും ഈ ജ്ഞാനം ആർക്കാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത്, സ്വീകരിക്കാൻ സാധിക്കാത്തത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള യോഗശക്തികളെ കുറിച്ചാണ് പറയുന്നത്. അത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള യോഗശക്തികളെ കുറിച്ച് പറയുന്നു. ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചാണ് 4ഉം 5ഉം ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് തമ്മിലുള്ള ബന്ധം, ഭഗവാനും ഈ സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് 4ഉം 5ഉം ശ്ലോകങ്ങളിൽ പറയുന്നത്. മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിനാം അസ്ഥാനി സർവഭൂതാനി നച്ചാഹം തേഷു അവസ്ഥിത. ഈ മുഴുവൻ ഭൗതിക പ്രകൃതി, ഭൗതിക പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിച്ചതാണ്. മയാ തതമിതം സർവം. ഭഗവാൻ അവ്യക്ത രൂപത്തിലാണ് ഈ പ്രകൃതിയിൽ കാണപ്പെടുന്നത് എന്ന് പറയും. ഭഗവാനെ നമ്മൾക്ക് ഈ ലോകത്തിൽ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അവ്യക്ത രൂപത്തിലാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറയും. മസ്താനി സർവഭൂതാനി, എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും. എന്നുവെച്ചാഹം തേഷു അവസ്ഥിത, എന്നാൽ ഭഗവാൻ എന്നുള്ള വ്യക്തി ഈ ലോകത്തിൽ അലിഞ്ഞു പോയിട്ടില്ല എന്ന് പറയും. ഭഗവാൻ ഇതിന് പുറമേയും ഒരു വ്യക്തിത്വമുണ്ട് എന്ന് പറയും. സാധാരണഗതിയിൽ നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്ന ഒരു ശക്തി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി എന്നാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് വിചാരിക്കുന്നത്. ഭഗവാൻ പറയുമ്പോൾ അങ്ങനെയല്ല. ഇത് ഈ മുഴുവൻ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്, അത് ശരിയാണ്. പക്ഷേ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി മാത്രമല്ല, അല്ലെ? ശക്തിയും ശക്തനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അല്ലെ? സൂര്യനും സൂര്യപ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ ക്വാളിറ്റീസ് ഒക്കെ സൂര്യപ്രകാശത്തിനുണ്ട്, പക്ഷെ സൂര്യനാണ് എന്ന് പറയാൻ സാധിക്കും. സൂര്യൻ വേറെ തന്നെയുണ്ട്. എത്ര സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലും സൂര്യനായിട്ട് തന്നെ ഇരിക്കും. സൂര്യൻ അലിഞ്ഞു പോയിട്ടില്ല. സൂര്യപ്രകാശം വന്നു എന്നതുകൊണ്ട് സൂര്യൻ ഇല്ലാതായി പോകുന്നില്ല. അതേപോലെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികൾ നടത്തുന്നുണ്ടെങ്കിലും ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്. ഭഗവാന്റെ വ്യക്തിത്വത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് മനസ്സിലാകില്ല എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഭക്തിയോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ, അല്ലെ? ഭക്തിയോഗത്തിൽ എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. ഭക്തന് വ്യക്തിത്വമുണ്ട്, ഭഗവാനും വ്യക്തിത്വമുണ്ട്. അപ്പോഴാണ് ഭക്തി നടക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. സേവിക്കണമെങ്കിൽ ഭഗവാനും വ്യക്തിത്വം ഉണ്ടായിരിക്കണം, ആ ഭക്തി ചെയ്യുന്ന ഭക്തനും വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, ആരുടെയും വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് നേരത്തെ തന്നെ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശത്തിന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്താണ് ഭഗവാൻ പറഞ്ഞത്? നത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം. 2ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം, അല്ലെ? നത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം. നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരും ഒന്നും ഒരിക്കലും നശിച്ചു പോകുന്നവരല്ല. എല്ലാവരും അതേപോലെ തന്നെ നിലനിൽക്കുന്നവരാണ്. എല്ലാവരുടെയും വ്യക്തിത്വവും നിലനിൽക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ വ്യക്തിത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ദേവ അഹം എന്ന് ഭഗവാൻ അവിടെ പറയുന്നത്. ഞാനും എല്ലാ കാലത്തും നിലനിൽക്കുന്നവനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഭഗവാൻ എത്ര ഭൗതിക പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ചാലും ഭഗവാൻ അതിലൊന്നും ഇല്ലാതായി പോകുന്നില്ല. ഭഗവാന്റെ വ്യക്തിത്വം സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ വ്യക്തിത്വത്തിനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഗതിയിൽ ആളുകൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെയല്ല, അതിനുപരിയാണ് ഈശ്വരന്റെ വ്യക്തിത്വം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ എല്ലാവരും ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത്
ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി എന്നാണ്. പക്ഷെ അത് മാത്രമല്ല, ശക്തി എന്നുള്ളത് ഓക്കെ, ഭഗവാന്റെ ഒരു ശക്തി മാത്രമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഭഗവാനുണ്ട് എന്ന് വേദങ്ങളിൽ പറയുന്നു. പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയത, ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. പക്ഷെ അങ്ങനെ ശക്തികൾ ഉള്ളത് കൊണ്ട് ഭഗവാൻ ആ ശക്തിയിൽ അലിഞ്ഞു പോകുന്നില്ല. ഭഗവാന്റെ വ്യക്തിത്വം സെപ്പറേറ്റ് ആയിട്ട് ഏതുപോലെ സൂര്യനിൽ നിന്ന് ഒരുപാട് സൂര്യപ്രകാശം പുറത്തേക്ക് വന്നത് കൊണ്ട് സൂര്യൻ ഇല്ലാതാവുന്നില്ല. സൂര്യൻ സൂര്യനായിട്ട് തന്നെ നിലനിൽക്കുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ അതിനുശേഷം ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവഭൂതാനി കൗന്ദേയ പ്രകൃതി യാന്തി മാമികാം കൽപക്ഷേ പുനഃസ്ഥാനി കൽപാദോ വിസൃജാമി. ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിയുടെ കാരണവും ഈ ഭൗതിക ലോകത്തിന്റെ പ്രളയത്തിന്റെ നാശത്തിന്റെ കാരണവും ഭഗവാൻ തന്നെയാണെന്ന് പറയും. സൃഷ്ടി നടത്തുന്നതും സംരക്ഷിക്കുന്നതും അവസാനം സംഹരിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ്, സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു, അതേപോലെ സംഹരിക്കുന്നത് മഹാദേവൻ. അത് അവര് ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടി ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ നേരിട്ട് സൃഷ്ടി ചെയ്യുന്നില്ല. ഭഗവാന് വേണ്ടി സൃഷ്ടി നടത്തുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ബ്രഹ്മാവ് ഒരുപാട് തപസ് ചെയ്തു, 1000 വർഷം 1000 യുഗങ്ങൾ തപസ് ചെയ്തിട്ടാണ് ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള ശക്തി ലഭിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ശക്തി ബ്രഹ്മാവിന് നൽകിയിട്ടാണ് സൃഷ്ടി നടക്കുന്നത്. സംഹാരവും ഭഗവാനിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരം ചെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ ഭൗതിക ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തികളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. നച്ചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനം അദാസീനം അസക്തേഷു കർമ്മസു. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഭഗവാൻ ഒന്നും നേടാനില്ല. ഭൗതിക ലോകത്തിൽ വന്നിട്ട് എന്തെങ്കിലും നേടണമെന്ന് ഭഗവാൻ യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സൃഷ്ടി നടത്തി നേരിട്ട് സൃഷ്ടിയിലെ കാര്യങ്ങളൊന്നും ഭഗവാൻ ചെയ്യുന്നില്ല. ഭഗവാൻ ഓരോ ദേവന്മാരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഭൗതിക കർമ്മങ്ങളിൽ ഭഗവാന് യാതൊരു താല്പര്യവുമില്ല. ഉദാസീനവദാസീനം. കാരണം എന്താണ്? ഭഗവാനെ ഭൗതിക നേടാനില്ലാത്തത് കൊണ്ട് അവര് ദേവന്മാരെ ഏൽപ്പിച്ച് ദേവന്മാർ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ ഈ ഭൗതിക പ്രകൃതിയിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരീവർത്തത. ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ ഒരു വസ്തുവും ഇവിടെ ചലിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. കാരണം എല്ലാ ആറ്റത്തിനകത്തു പോലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, അല്ലെ? അർദ്ധാന്തരസ്ഥം പരമാണു ക്ഷയാന്തരസ്ഥം. അതുകൊണ്ട് ഈ ഭൗതിക പ്രകൃതിയിൽ എന്ത് നടക്കണമെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് ആര് വിചാരിക്കണം? ഭഗവാൻ തന്നെ വിചാരിക്കണം. അല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. 10ാമത്തെ ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഇവിടെ യാതൊന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികളാണ് യഥാർത്ഥത്തിൽ മൂഢന്മാരായിട്ടുള്ള ആളുകൾ എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 11ാമത്തെ ശ്ലോകം. ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കുന്ന ആളുകൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹം 5000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ആളുകൾ ആരാണ്? മൂഢന്മാരാണ് എന്ന് ഭഗവാൻ പറയും. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ഉറവിടമായിട്ടുള്ള പരമപുരുഷനാണ് എന്നാണ് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ
മൂഢന്മാരാണെന്ന് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നു. അവജാനന്തി മാ മൂഢ മനുഷ്യൻ തനുമാശ്രിതം. ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഭഗവാൻ കുറച്ച് കൂടുതൽ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികളാരാണ്? അവജാനന്തി മാ മൂഢ. അവർ മൂഢന്മാരായിട്ടുള്ള ആളുകളാണ് ഭഗവാൻ പറയുന്നു. കാരണം എന്താണ്? പരംഭാവം അജാനന്ദോ മമ ഭൂതമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനാണ്, എല്ലാറ്റിന്റെയും നിയന്താവാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അവര് മൂഢന്മാരാണ് എന്നുള്ള കാര്യം ഭഗവാൻ പറയും. എന്തുകൊണ്ടാണ് അവര് മൂഢന്മാരായത്? അവർ ആസുരിക പ്രകൃതിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈശ്വരനില്ല എന്ന് പറയുന്ന ആസുരിക പ്രകൃതിയെ ആശ്രയിച്ചത് കൊണ്ടാണ് അവരുടെ ജ്ഞാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയത്. ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അതെങ്ങനെയാണെന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. മോഘാശ മോഘകർമാണ മോഹജ്ഞാന വിചേതസ രാക്ഷസീം അസുരീം ചെയ്വ പ്രകൃതി മോഹിനി ശ്രിത. ഈശ്വരനില്ല എന്നുള്ള കൺസെപ്റ്റ് വന്നതോടുകൂടി, ഭഗവാൻ ശ്രീകൃഷ്ണനെ നിരാകരിച്ചതോടുകൂടി അവർ ആസുരിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിലായി. ആസുരിക പ്രകൃതിയാണ് അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കുന്നത്. മോഹജ്ഞാന വിചേതസ. അങ്ങനെ അവരുടെ സ്വഭാവം ആസുരിക സ്വഭാവമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഭഗവാനെ നിരാകരിക്കുന്നവര് ആസുരിക പ്രകൃതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഭഗവാനെ അംഗീകരിച്ച് ഭഗവാന്റെ സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 13ാമത്തെ ശ്ലോകത്തിൽ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വ ഭൂതാദിം അവ്യയം. ഭഗവാനെ അംഗീകരിക്കുന്നവർ, ഭഗവാന്റെ സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ ദൈവിക പ്രകൃതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും രണ്ട് പ്രകൃതിയാണ്. ഒന്ന് ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകൾ, അവര് ആസുരിക പ്രകൃതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാനുണ്ട്, ഭഗവാനെ സേവിക്കണം, ഭഗവാനെ സേവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾ ദൈവിക പ്രകൃതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവിക പ്രകൃതിയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവും. അവരുടെ ജ്ഞാനം നഷ്ടപ്പെടുന്നില്ല. മായ കൊണ്ട് അവരുടെ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുന്നില്ല. അറിവ് നഷ്ടപ്പെടാത്തത് കൊണ്ട് അവർക്ക് എപ്പോഴും ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഭജന്തി അനന്യ മനസ്സോ, ആ സമയം അവർക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. എല്ലാ ജീവജാലങ്ങളുടെയും ആദി, ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ അവർ വ്യത്യസ്ത രീതിയിൽ ആരാധിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം. ഭഗവാന്റെ നാമം എപ്പോഴും അവർ കീർത്തിക്കുന്നു, അല്ലെ? ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഭഗവാന്റെ നാമം കീർത്തിക്കും. അവരാണ് മഹാത്മാക്കൾ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മഹാത്മാക്കളാകാം. എങ്ങനെ? ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും മഹാത്മാക്കളായിട്ട് മാറും. അവരെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറും. ഭഗവാന്റെ സേവനം ചെയ്യാൻ തുടങ്ങും. അല്ലെ? മഹാത്മാക്കളാകുന്നത് വളരെ എളുപ്പമാണ്. സതതം കീർത്തയന്തോമാ. അപ്പോഴും ഭഗവാന്റെ നാമം കീർത്തിച്ചു കൊണ്ടിരിക്കുക. യദന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. അവരെപ്പോഴും ഭഗവാനെ നമസ്കരിക്കുന്നു. ഭക്തിപൂർവ്വം അവർ ഭഗവാന് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയും 14ാമത്തെ ശ്ലോകം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിച്ചിട്ടുള്ളത്. എല്ലാ സമയവും ഭഗവാനെ കീർത്തിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ ഭഗവാൻ മഹാത്മാവ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭക്തൻ എന്ന് പറയുന്നതാണ് മഹാത്മാവ്. കാരണം എന്താണ്? ഭഗവാനെ ഭജിക്കുന്ന വ്യക്തികളാണ് മഹാത്മാക്കൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ ഭജിക്കുന്നവരെയാണ് ഭക്തന്മാരെന്ന് വിളിക്കുന്നത്. അപ്പൊ മഹാത്മാക്കളായിട്ടുള്ള ഭക്തന്മാർ എപ്പോഴും ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയും. ഇനി ആ ഭക്തിയിലേക്ക് എത്താത്ത ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ കുറിച്ചാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ജ്ഞാനമാർഗത്തിൽ ഒരുപാട് ജന്മങ്ങളിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ
മനസ്സിലാക്കിയിട്ടുണ്ട്. ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനത്തിൽ പൂർണ്ണത നേടിയ വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കും. വാസുദേവ സർവമിതി, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ആ വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കും. അതിന്റെ മുന്നേയുള്ള സ്റ്റേജിനെ കുറിച്ചാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനയജ്ഞേന ചാപ്യന്നെ യജന്തോ മാം ഉപാസത്തെ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശദോമു. ഒരു ജ്ഞാനി ഭഗവാനെ 3 വിധത്തിലാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയും. വ്യത്യസ്ത ജ്ഞാനികൾ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവര് വ്യത്യസ്ത രീതിയിലാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായിട്ടും 3 വിധത്തിലാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വധോമുഖം. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വധോമുഖം. ഏകത്വേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയും. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ പറയുന്നേക്കാം, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള ഈശ്വരനല്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈശ്വരൻ പരബ്രഹ്മമാണ്, നമ്മളാണ് ബ്രഹ്മം. അല്ല, ആത്മാവിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്, പരമാത്മാവാണ് ഈശ്വരൻ. നമ്മൾ പരമാത്മാവാണെന്ന് പറയുന്നില്ല, നമ്മൾ പരബ്രഹ്മമാണെന്ന് പറയുന്നില്ല. പക്ഷെ അവര് ബ്രഹ്മമാണെന്ന് കേട്ടപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ. അതാണ് ഇവിടെ ഏകത്വേന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഏകത്വേന, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് കരുതി അവര് സ്വയം ആരാധന ചെയ്യും. ഏകത്വേന പൃഥക്ത്വേന ബഹുധ എന്ന് പറയും. ബഹുധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രൂപങ്ങളും ഈശ്വരന്റെ രൂപമാണെന്ന് ചില ആളുകൾ പറയും. എല്ലാ ദേവീദേവന്മാരും ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ദേവീദേവന്മാരെ ഈശ്വരനായി കരുതി ആരാധിക്കുന്നതാണ് വേറെ ചില ആളുകൾ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് വേദങ്ങളിൽ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ വിചാരിക്കുന്നത് ദേവീദേവന്മാരൊക്കെ ഈശ്വരന്മാരാണ് എന്ന് വിചാരിച്ച് ദേവതാരാധന ഈശ്വരാരാധനയായിട്ട് കരുതി ചെയ്യുന്ന ആളുകൾ, അവരെയാണ് പൃഥക്ത്വേന ബഹുധ എന്നിവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വിശ്വതോമുഖം എന്ന് പറയും. വിശ്വതോമുഖം, ഭഗവാന്റെ വിശ്വരൂപമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള എന്ന് കരുതി വിശ്വരൂപത്തിനെ ആരാധിക്കുന്നതാണ് വേറൊരു കൂട്ടർ. ഇവരാരും യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല. ഭക്തിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേയുള്ള സ്റ്റേജാണ് ഈ പറയുന്നതൊക്കെ. ഒന്ന് സ്വയം ആരാധന, മറ്റത് ദേവതമാരെ ഈശ്വരനാണെന്ന് കരുതി ആരാധിക്കുന്നത്, പിന്നീട് വിശ്വരൂപം ആണ് ഏറ്റവും ഉന്നതം എന്ന് കരുതി ആരാധിക്കുന്നത്. ഇതൊക്കെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളൊക്കെ ചെയ്ത് അവസാനമാണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്, ബഹുധാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത്. എന്ത് മനസ്സിലാക്കിയിട്ടാണ് ശരണം പ്രാപിക്കുന്നത്? വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭം. ഭഗവാൻ വാസുദേവനാണ് എല്ലാം. ഭഗവാൻ വാസുദേവനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെല്ലാം ഭഗവാൻ വാസുദേവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് അവസാനമാണ് മനസ്സിലാക്കുക. അതുവരെ ഇങ്ങനെയുള്ള വ്യത്യസ്ത ആരാധനകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇനി 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ വിഭൂതികളും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഉൾപ്പെടുന്നതാണ് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ. അത് അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭഗവാനെ ഓർക്കാൻ എളുപ്പമാണ്. വിഭൂതികൾ പഠിച്ചു കഴിഞ്ഞാൽ, വിഭൂതിയോഗം പഠിച്ചു കഴിഞ്ഞാൽ, അടുത്ത അധ്യായം 10ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തി തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് പറയുന്നത്. ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. എപ്പോഴും ഭഗവാനെ ഓർക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിനാണ് ഈ വിഭൂതി യോഗം ഭഗവാൻ പറഞ്ഞു തരുന്നത്. വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഭഗവാന്റെ ഭൗതിക ശക്തികളാണ്. നമ്മൾക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ് വിഭൂതി എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെ. സാധാരണ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൗതിക വസ്തുക്കളിലും ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാണ് വിഭൂതി യോഗത്തിൽ പറയുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ 16 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നൽകുന്നത്. ഭഗവാൻ പറയുന്നു, അഹം ക്രതുരഹം യജ്ഞസുതാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേവാച്യം അഹം അഗ്നി അഹം ഉതം.
അഹം ക്രതുരഹം. ഭഗവാൻ പറയുന്നു വ്യത്യസ്തമായിട്ടുള്ള വൈദിക കർമ്മങ്ങൾ, വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അത് ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ വൈദിക ആചാരങ്ങളും ഭഗവാന്റെ ആരാധനയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അഹം ക്രതു അഹം യജ്ഞ. ഭഗവാൻ പറയുന്നു എല്ലാ യജ്ഞങ്ങളും ഭഗവാൻ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളും ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, 5-ാമത്തെ ശ്ലോകത്തിൽ, അവസാനത്തെ ശ്ലോകത്തിൽ, 5-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭോക്താറാം യജ്ഞ തപസ. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാനാണ്. ഒരു യജ്ഞം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കും. യജ്ഞത്തിന്റെ ഭോക്താവ് ഭഗവാനാണ്. മന്ത്രോഹം അഹമേവാജ്യ. മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളും ഭഗവാനെ സ്തുതിക്കുന്നതാണ്. വേദേശ്ച സർവേരഹമേവ വേദ. കാരണം എല്ലാ വേദമന്ത്രങ്ങളുടെയും ആദ്യം തന്നെ ഓംകാരം ഉണ്ടായിരിക്കും. ഓംകാരം ഭഗവാൻ തന്നെയാണെന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണവ സർവവേദേഷു. എല്ലാ വേദമന്ത്രങ്ങളിലും ഉള്ള ഓംകാരം ഭഗവാനാണ്. അപ്പം മന്ത്രങ്ങളെല്ലാം ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അഹമേവാജ്യം അഹം അഗ്നി അഹം ഹുതം. വേദമന്ത്രങ്ങളും അതേപോലെ നെയ്യ്, അജ്യം. ആജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞത്തിനായിട്ട് അർപ്പിക്കുന്ന നെയ്യിന് ആജ്യം എന്ന് പറയും. അഹം അഗ്നിരഹം ഹുതം. ആ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന അഗ്നിയും ഭഗവാൻ തന്നെയാണ്. ആ അഗ്നിയിൽ ഹോമിച്ചിട്ടുള്ള വസ്തുക്കൾക്കാണ് ഹുതം എന്ന് പറയുന്നത്. ആ ഹോമിച്ചിട്ടുള്ള വസ്തുക്കളും ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. 17-ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, പിതാഹമക്ഷ്യ ജഗതോ മാതാ ദാതാ പിതാമഹ വേദ്യം പവിത്രമോംകാരം സാമയിച്ചുരേവ. ലോകത്തിന്റെ പിതാവായിട്ടിരിക്കുന്നതും മാതാവായിട്ടിരിക്കുന്നതും പിതാമഹനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അല്ല, എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് ഭഗവാനായതുകൊണ്ട് ഭഗവാൻ പിതാവാണ്. എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് കൊണ്ട് ഭഗവാൻ മാതാവുമാണ്. എല്ലാ സൃഷ്ടിയുടെയും ഉറവിടമായിട്ടുള്ള ബ്രഹ്മാവിന്റെയും പിതാവായതുകൊണ്ട് ഭഗവാനെ പിതാമഹൻ എന്നും വിളിക്കുന്നു. എല്ലാവർക്കും പിതാവ് ബ്രഹ്മാവിന്റെയും പിതാവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ പിതാമഹൻ എന്നും വിളിക്കുന്നു. വേദ്യം പവിത്രമോങ്കാരം ഋക് സാമ യജുരേവച. വേദ്യം അറിയേണ്ടുന്ന വ്യക്തി ഭഗവാനാണ്. പവിത്രമായിട്ടുള്ളത്, നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. ഓംകാരം, എല്ലാ മന്ത്രങ്ങളിലുമുള്ള ഓംകാരവും ഭഗവാൻ തന്നെയാണ്. ഋക് സാമ യജുരേവച. എല്ലാ വേദങ്ങളും ഭഗവാന്റെ പ്രതിനിധികളാണ് എന്ന് പറയുന്നു. പിന്നീട് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങളെ കുറിച്ച് 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യം. ഭഗവാൻ വ്യത്യസ്ത രൂപത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഗതി, ഒരു ജീവാത്മാവ് എത്തിച്ചേരേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലം, അതിനാണ് ഗതി എന്ന് പറയുന്നത്. ഭർത്ത, എല്ലാവരെയും നിയന്ത്രിക്കുന്ന വ്യക്തി. പ്രഭു, എല്ലാവരുടെയും യജമാനൻ. സാക്ഷി, എല്ലാവരെയും നോക്കിക്കാണുന്ന വ്യക്തി. ആ ജീവാത്മാവിന്റെ ഹൃദയത്തിലിരുന്ന് ആ ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് സാക്ഷി. ഭഗവാൻ സാക്ഷിയായിട്ടിരിക്കുന്നു. നിവാസം, ഓരോ ജീവാത്മാവിനും വസിക്കാനുള്ള ഇടം കൊടുക്കുന്ന വ്യക്തിയും ഭഗവാൻ തന്നെയാണ്. ശരണം സുഹൃത്ത്, ജീവാത്മാവ് ശരണം പ്രാപിക്കേണ്ടത് ഭഗവാനെയാണ്. എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ആ വിഭൂതിയോഗം വിശദമായിട്ട് അടുത്ത അധ്യായത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ പറയുന്നത് ദേവത ആരാധനയുടെയും ഭഗവത് ആരാധനയുടെയും ഫലത്തിനെ കുറിച്ചാണ്. വേദങ്ങളിൽ ആദ്യകാണ്ഡങ്ങളിൽ വേദങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ദേവാരാധനകളെ കുറിച്ച് കാണാൻ സാധിക്കും. ആ ദേവാരാധനകൾ മാത്രം ചെയ്ത് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാത്തവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. 20-21 ശ്ലോകങ്ങളെ. ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ ഹേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവ്യദേവ ഭോഗാൻ. ത്രൈവിദ്യ, 3 വേദങ്ങളും പഠിച്ച് അതിലുള്ള എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്ന വ്യക്തികൾ
അവസാനം എവിടെയെത്തും? ഹേ പുണ്യവാസാദ്യ സുരേന്ദ്രലോകം, അവർക്ക് സ്വർഗീയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അശ്നന്തി ദിവ്യാൻ ദിവിദേവ പോകാൻ, ഒരുപാട് കാലം അവർക്ക് സ്വർഗീയ ലോകങ്ങളിൽ ജീവിക്കാം. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്. ഏതം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാലം. അങ്ങനെ ഒരുപാട് കാലം അവിടെ ജീവിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാലം, അവർ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ പുണ്യം, യജ്ഞകർമ്മങ്ങളുടെ പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. വീണ്ടും ഒന്ന് എന്ന് തൊട്ടിട്ട് തുടങ്ങുന്നു. ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലന്തി. ഇങ്ങനെ വേദത്തിലുള്ള കർമ്മകാണ്ഡങ്ങൾ മാത്രം ചെയ്തു പോയാൽ, ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതിരുന്നാൽ എന്താണ് കിട്ടുന്നത്? ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലപന്തെ. ഗതാഗതം, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വരും, അല്ലെ? സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. അതാണ് ഭക്തിയിലേക്ക് വരാതെ കർമ്മകാണ്ഡത്തിൽ മാത്രം ദേവതാരാധന മാത്രം ചെയ്ത് പോയാലുള്ള ഗതിയായിട്ട് ഭഗവാൻ പറയുന്നത്. ഈ ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അനന്യാസ് ചിന്തയന്തോമാം യേജനാ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ തുടർച്ചയായിട്ട് ഭജിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ചിന്തയുമില്ലാതെ അവർ ഭഗവാനെ ആരാധിക്കുന്നു. അവരുടെ എല്ലാവിധ കാര്യങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് നടത്തും എന്നാണ് പറയുന്നത്. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളും ഭഗവാന്റെ നേതൃത്വത്തിൽ നടന്നുകൊള്ളും. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുന്നവരുടെ കാര്യങ്ങള് ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. ഭൗതികമായാലും ആത്മീയമായാലും അവരുടെ ആവശ്യങ്ങൾ ഭഗവാൻ തന്നെ നേരിട്ട് അവരുടെ ചുമതല നിറവേറ്റുമെന്നാണ് പറയുന്നത്. ഈ ദേവതാരാധനയുടെയും ഭഗവത് ആരാധനയുടെയും വ്യത്യാസം, അവർക്ക് ലഭിക്കുന്ന ഫലത്തിനെ കുറിച്ച് ഭഗവാൻ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവരെങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്, അവരുടെ ഗതി എന്താണ്? ദേവതാരാധന ചെയ്യുന്നവർ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്നവർ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? ഭഗവാന്റെ ഭക്തൻ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്ന് 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജോ യാന്തി മധ്യാതിനോഭിമാം. എന്താണ് ഭഗവാൻ പറയുന്നത്? യാന്തി ദേവവ്രതാ ദേവാൻ, ദേവന്മാരെ ആരാധിക്കുന്നവർ എവിടേക്കാണ് എത്തുന്നത്? ദേവങ്ങളിലേക്കാണ് എത്തുന്നത്, അല്ലാതെ ഭഗവാന്റെ അടുത്തേക്കല്ല. യാന്തി ദേവവ്രത ദേവാൻ, നമ്മൾ ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്കാണ് എത്തുക എന്നർത്ഥം. സൂര്യനെ ആരാധിക്കുന്നവർ സൂര്യലോകത്തിലേക്കും, ചന്ദ്രനെ ആരാധിക്കുന്നവർ ചന്ദ്രലോകത്തിലേക്കും, വരുണനെ ആരാധിക്കുന്നവർ വരുണലോകത്തിലേക്കും, ഇന്ദ്രനെ ആരാധിക്കുന്നവർ ഇന്ദ്രലോകത്തിലേക്കുമാണ് എത്തിച്ചേരുന്നത് ഭഗവത്ഗീത അനുസരിച്ച്. പിതൃജ്ഞാന്തി പിതൃവ്രത, പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃലോകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്, അവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നില്ല. ഭൂതാനിയാന്തി ഭൂതേജ്, ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഭൂതപ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ തമോഗുണത്തിലുള്ള ആളുകൾ, അവരെ എങ്ങോട്ടാണ് എത്തുന്നത്? ഭൂതാനിയാന്തി ഭൂതേജ്, അവർ ഭൂതപ്രേതങ്ങളുടെ ലോകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. യാന്തി മധ്യാജിനോഭിമാം, ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാന്റെ അടുത്തേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്താരാധന ചെയ്തു കഴിഞ്ഞാലും അവസാനം നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരും എന്നുള്ള ചിന്ത തെറ്റാണ്. ഭഗവത്ഗീത പ്രകാരം വളരെ തെറ്റായിട്ടുള്ള ചിന്തയാണ്. എന്തെങ്കിലും ആരാധന ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നില്ല. എന്ത് ആരാധന ചെയ്തു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ല? അത് വ്യക്തമായിട്ട് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജോ യാന്തി മധ്യാജിനോ. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ലോകത്തിലേക്കും, പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളുടെ ലോകത്തിലേക്കും, ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതപ്രേതങ്ങളുടെ ലോകത്തിലേക്കും, ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാന്റെ അടുത്തേക്കുമാണ് പോകുന്നത്. നമ്മൾക്ക് തീരുമാനിക്കാം എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്, ഏത് ബസ്സിൽ കയറണം
എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. നമ്മൾക്ക് ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകണമെങ്കിൽ, ഏത് ദേവന്റെ ലോകത്തിലേക്ക് പോകണമെങ്കിലും ആ ദേവനെ ആരാധിച്ചാൽ മതി. അല്ല, ഇന്ദ്രൻ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ദ്രനെ ആരാധിച്ചാൽ മതി. വരുണലോകത്തിലേക്ക് പോകണമെങ്കിൽ വരുണനെ ആരാധിച്ചാൽ മതി. ചന്ദ്രലോകത്തിലേക്ക് പോകണമെങ്കിൽ ചന്ദ്രനെ ആരാധിച്ചാൽ മതി. ഇനി പിതൃക്കളുടെ ലോകത്തിലേക്കാണ് പോകേണ്ടത് എങ്കിൽ, മരിച്ചുപോയ പിതൃക്കളുടെ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ആ പിതൃക്കളെയാണ് ആരാധിക്കുന്നത്. ഭൂതപ്രേതങ്ങളുടെ ലോകത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഭൂതപ്രേതങ്ങളെയാണ് ആരാധിക്കേണ്ടത്. ഭഗവാന്റെ അടുത്തേക്കാണ് പോകേണ്ടതെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്? ഭഗവാൻ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനാണ്, എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവാണ്. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ ആരാധിക്കും? അല്ലെ, ഇത്രയും ഉന്നതമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ. നമ്മുടെ വീട്ടിലൊരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും? എന്തെല്ലാം അറേഞ്ച്മെന്റ് കൊടുക്കും? എന്തെല്ലാം ആരാധനകൾ നമ്മൾ ചെയ്യും? പക്ഷെ ഇത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിയാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപതിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അതിന് ഉത്തരമാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് വളരെ എളുപ്പമായിരിക്കും. അത് 26ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിഭരതം അസ്നാമി പ്രയതാത്മന. ഭഗവാന് ഒരു ഇല, ഒരു പൂവ്, ഒരു കായ, ഇതൊക്കെ കൊടുക്കുക, കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് പാല്, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുത്ത് എങ്ങനെ കൊടുക്കണം എന്നാണ്, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം ഭഗവാൻ കൊടുക്കുന്നത്. ആ വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നാണ് ഭഗവാൻ നോക്കുന്നത്. യോമേ ഭക്ത്യാ പ്രയച്ഛതി, ഭഗവാന് സ്നേഹപൂർവ്വം കൊടുക്കണം. അല്ലാതെ ഭഗവാനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഭഗവാൻ ഒന്നിന്റെ ആവശ്യമില്ല, ഭഗവാൻ ഒരു ഭൗതിക വസ്തുവിന്റെയും ആവശ്യമില്ല. ഭഗവാൻ എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മുടെ ആ സ്നേഹം, നമ്മുടെ ഭക്തിയാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഭക്തിപൂർവ്വം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും. അല്ല, നമുക്കറിയാം വിതുരപത്നി ഭക്തിപൂർവം ഭഗവാൻ വന്നതിന്റെ ഉത്കണ്ഠയിൽ പഴത്തിന്റെ ഉൾഭാഗം കളഞ്ഞ് പഴത്തിന്റെ തോലാണ് ഭഗവാനോട്. ഭഗവാൻ അതൊക്കെ സ്വീകരിച്ചു, അല്ലെ? ഭക്തിപൂർവം കൊടുത്തത് കൊണ്ട് ഭഗവാൻ അത് സ്വീകരിച്ചു. അപ്പൊ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ നോക്കുന്നത്. യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിഭരിതം അസ്നാമി പ്രയതാ. ഞാൻ ഭക്തിയോടുകൂടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇലയാണെങ്കിലും പൂവാണെങ്കിലും കായയാണെങ്കിലും സ്വീകരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഭഗവാന്റെ ഒരു ഉദാര മനസ്കഥയാണ്. ഭഗവാൻ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് ആയിട്ട് പോലും വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഭഗവാൻ നൽകുന്നുണ്ട്. ഭഗവാൻ വലിയൊരു ഉദാരമതിയാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭഗവാൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഭഗവാൻ നമ്മളോട് നിർദ്ദേശിക്കുന്നു. 27ാമത്തെ ശ്ലോകത്തില് യത് കരോഷി തസ്നാസി യത് ചുഘോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷമതർപ്പണം. നമ്മൾ എന്ത് ചെയ്യുന്നുവോ, എന്ത് കഴിക്കുന്നുവോ, എന്ത് യജ്ഞങ്ങൾ അർപ്പിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപസ്സുകൾ ചെയ്യുന്നുവോ, അതൊക്കെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. തത്പുരുഷ മത് അർപ്പണം, ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിലോ നമ്മൾ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്നാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് കർമ്മങ്ങൾ ചെയ്തു പോന്നാൽ നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും എന്ന് പറയും. അപ്പൊ ആർക്കൊക്കെ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 29ാമത്തെ ശ്ലോകത്തിൽ സമൂഹം സർവഭൂതേഷു നമേ ദേശോസ്തിന പ്രിയ ഏ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ ദേശു ചാപി. ഇന്ന ആളുകൾ ഭക്തിയിലേക്ക് വരരുത് എന്ന് ഭഗവാൻ പറയുന്നില്ല. സമൂഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ ഒരേപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഏ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ ദേശു ചാപി. ഇനി ആരൊക്കെയാണ് ഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കുന്നത് അവരോട് ഭഗവാന് പ്രത്യേകം അടുപ്പമുണ്ട് എന്നും ഭഗവാൻ പറയും. ആർക്ക് വേണമെങ്കിലും ഭക്തിയിലേക്ക് പ്രവേശിക്കാം.
ആ ഭക്തിയിലേക്ക് പ്രവേശിച്ചവർ ഭഗവാന്റെ കൂടെ തന്നെയാണ് എപ്പോഴും ഉള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി വലിയൊരു ദുരാചാരിയായിട്ടുള്ള ഒരു വ്യക്തി ഭഗവാന്റെ സേവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തിയെ ഒരു ദുരാചാരിയായിട്ട് കാണരുത്, ആ വ്യക്തിയെ ഭക്തനായിട്ട് തന്നെ കാണണമെന്ന് 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ മന്തവ്യ സമ്യക് വിവസിതോഹിസാണ്. സാധുരേവ മന്തവ്യ സമ്യക് വിവസിതോഹിസ. വലിയൊരു ദുരാചാരം, വലിയ മോശമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഒരു ദുരാചാരിയായിട്ട് കാണരുത്, ഭക്തനായിട്ട് കാണണം. കാരണം എന്താണ്? ക്ഷിപ്രം ഭവതി ധർമാത്മാ. പെട്ടെന്ന് തന്നെ ഭക്തിയുടെ ശക്തി കൊണ്ട് ആ വ്യക്തി ഒരു ധർമാത്മാവായിട്ട് മാറും. ശശ്വശാന്തി നികച്ചതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭക്തിയിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകുന്നില്ല, വീണ്ടും താഴോട്ട് പോകുന്നില്ല എന്ന് ഭഗവാൻ ഇവിടെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. കൗന്ദേയ പ്രതിജാനീഹി നമ്മെ ഭക്ത പ്രണശ്യതി. ഭഗവാന്റെ ഭക്തിമാർഗം സ്വീകരിച്ച ഒരു വ്യക്തി വീണ്ടും ഒരിക്കലും താഴോട്ട് പോകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഭക്തിയിലേക്ക് വരാം എന്ന് വീണ്ടും എടുത്ത് ഭഗവാൻ 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മാംഹിവാർത്ത വിഭാസന്റെ ഏവിസ്യു പാപയോനയ സ്ത്രീയോ വൈശ്യ സ്തുതാ ശൂദ്ര സേവിയാന്തി പരാമർശം. സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും എടുത്ത് ഭഗവാൻ പറഞ്ഞിട്ട് എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും യാതൊരു വിവേചനവും കൂടാതെ ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കാം എന്ന് ഭഗവാൻ പറയാണ്. എല്ലാവരും, ഇനി സ്ത്രീയോ വൈശ്യ തഥാ ശൂദ്ര ദേവിയാന്തി പരാംഗതി, ഇവർക്ക് എല്ലാവർക്കും നേരിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഭഗവാന്റെ ഭക്തി ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു ജന്മം എടുക്കാതെ അവർക്കെല്ലാം പരാംഗതി ഭഗവാന്റെ അടുത്തേക്ക് സാധിക്കും. ഇനി ബ്രാഹ്മണനാണെങ്കിലും പുണ്യാത്മാവാണെങ്കിലും ഒക്കെ ഭക്തി ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ പചസ്സമാണ്. എല്ലാവരും ഈ അനിത്യമായിട്ടുള്ള ദുഃഖാലയം അസുഖം ലോകത്തിലാണ് എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭക്തി ചെയ്തേ മതിയാകൂ എന്നാണ് പറയുന്നത്. ഭഗവാനെ ആരാധിക്കണം. അങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടി തിരിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത്. ആ ഭക്തി എന്നതുകൊണ്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് 34ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. മന്മനാഭവം മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേശസി യുക്തൈവം ആത്മാനം മത്പരായണം. നമ്മൾ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കണമെന്നാണ് പറയുന്നത്. മനസ്സ് ഭഗവാന് കൊടുക്കണം. മനസ്സിന്റെ പ്രവൃത്തി എന്താണ്? ചിന്തിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് ആരെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാരണം മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്, മനസ്സ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ഭഗവാനാണ്. ആ മനസ്സ് തന്നിട്ടുള്ള ഭഗവാന് തന്നെ മനസ്സ് അർപ്പിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. മന്മനാഭവം മദ്ഭക്തോ മദ്യാജി മാം. ആ മനസ്സ് ഭഗവാൻ അർപ്പിക്കണം. മദ്ഭക്തോ ഭഗവാന്റെ ഭക്തനായിട്ട് മാറണം. മദ്യാജി ഭഗവാനെ ആരാധിക്കണം. കാരണം എല്ലാ ലോകങ്ങളും ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ നമ്മളും ഭഗവാനെ ആരാധിക്കണം. ഭഗവാന് നമ്മുടെ ആരാധന കൊണ്ടൊന്നും കിട്ടാനില്ല. പക്ഷെ ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിക്ക് ഭഗവാനെ തന്നെ കിട്ടും. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. മദ്യാജി മാം നമസ്കുരു. സർവലോക നമസ്കൃതമാണ് ഭഗവാൻ. ബ്രഹ്മ മഹേശന്മാരൊക്കെ നമസ്കരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളും ഭഗവാനെ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. മാം നമസ്കുരു. അങ്ങനെ നമ്മൾ ചെയ്തു പോന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭഗവാൻ പറയുന്ന രീതിയിൽ ഭഗവാന്റെ ഭക്തി ചെയ്തു പോന്നാൽ എന്ത് സംഭവിക്കും? മാമേ വേഷസി, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ നമ്മൾക്ക് സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇപ്പൊ ഭക്തിയോഗത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഭക്തിയോഗത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കാം എന്ന് അടുത്ത വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ ഭക്തിയോഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതൊക്കെ ഭക്തിയോഗത്തിനെ കുറിച്ചുള്ള തുടർന്നുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വിഭൂതിയോഗം അടുത്ത ദിവസം വായിക്കാം.
യോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ കേൾക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം.